നമസ്കാരം. ഉത്തരം നാളിൻ്റെ പ്രത്യേകതകൾ, സവിശേഷ കാര്യങ്ങൾ, അവസ്ഥകൾ, ഗതിവിഗതികൾ, ഗുണദോഷ സ്ഥിതികളൊക്കെ ഇതൊന്ന് എടുത്തു നോക്കാം. ആദിത്യനാണ് നക്ഷത്രാധിപ ഗ്രഹം. ആദിത്യ ദശയിലാണ് എല്ലാ ഉത്തരംകാരും ജനിക്കുക. ഈ ഉത്തരം നാള് തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നിട്ട് ജനനം ഉണ്ടാകുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങളുടെ ജനന ശിഷ്ടം ആദിത്യ ദശ എത്ര കാലം ബാക്കിയുണ്ട് എന്നറിയാം. തുടർന്ന് ചന്ദ്രദശ, ചൊവ്വാദശ, രാഹു ഇതൊക്കെ ഏതേത് കാലഘട്ടങ്ങളിലൂടെയാണ് വന്നു ചേരുന്നതെന്നും അറിയാനായിട്ട് കഴിയും. അങ്ങനെ ദശാകാലങ്ങൾ മനസ്സിലാക്കുക. ഈ ആദിത്യ ദശയിലുള്ള ജനനം വലിയ ദോഷകരമല്ലെങ്കിലും സ്വസ്ഥതക്കുറവുകൾ ഉണ്ടാകും. തീരെ ശൈശവത്തിൽ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ പലപ്പോഴും ഉണ്ടാകാം. തുടർന്ന് വരുന്ന ചന്ദ്രദശ പൊതുവെ നല്ലതായിരിക്കും. എന്നാൽ പിന്നീട് വരുന്ന ചൊവ്വാദശ അത്ര അനുകൂലമായിരിക്കുകയില്ല. ഇപ്പം നിങ്ങൾക്ക് ശാരീരിക പ്രയാസങ്ങൾ, പഠനകാര്യങ്ങളിൽ ഉദ്ദേശിച്ച പുരോഗതി കിട്ടാതിരിക്കുക, വീഴ്ച, പരിക്കുകൾ, പലതരത്തിലുള്ള മനക്ലേശങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പുരോഗതി ഉണ്ടാകാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ജനന തീയതി സമയവും അനുസരിച്ച് ജാതകമുണ്ടാക്കി പരിശോധിക്കുന്നതാണ് നല്ലത്. പിന്നെ എല്ലാ വിഷമങ്ങളിൽ നിന്നും മാറുന്നതിന് വേണ്ടി വെള്ളിയാഴ്ച തോറും ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്കും ചുവന്ന പുഷ്പമാലയും പായസവും പുഷ്പാഞ്ജലിയും നടത്തുന്നത് നന്നായിരിക്കും. നിങ്ങൾ മാണിക്യം എന്ന് പറയുന്ന കല്ല്, റൂബി, അത് മോതിരത്തിലാക്കി വലത്തെ കയ്യിൽ ധരിക്കുന്നത് പൊതുവെ ഗുണം ചെയ്യും. ശ്രദ്ധാപൂർവം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധരിക്കേണ്ടത്. അതോടൊപ്പം ഗുണനിലവാരമുള്ള റൂബി കല്ല് തന്നെ വാങ്ങിച്ച് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെല്ലാം പുറമെ നിങ്ങൾ മഹാശൂലിനി യന്ത്രം വിധിപ്രകാരം എഴുതി പൂജ ചെയ്ത് ധരിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. കുടുംബക്കാവുകളോ ക്ഷേത്രങ്ങളോ ഉള്ളയാളാണെങ്കിൽ അവിടെ ശരിയായി ദൈവാധീനമൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി കാലാകാലങ്ങളിൽ വേണ്ട പൂജാകർമ്മങ്ങൾ ചെയ്തു പോകണം.